സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ശ്രീ സുരേഷ് ബാബു സാറിനെ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ചങ്ങാതിക്കൂട്ടത്തിലെ കൂട്ടുകാരികളെയും കൂട്ടുകാരുടെ ഭാര്യമാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പരിപാടിയിലേക്ക് കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടി കൈരളി ചാനലിൽ മാമ്പഴം എന്ന പ്രോഗ്രാമിൽ കവിതാ പാരായണവും കഥ പറയുമ്പോൾ എന്ന പ്രോഗ്രാമിൽ കഥാപ്രസംഗത്തിന് വിജയിയായിട്ടുള്ള വർഷ കെ രാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗായത്രി തിരുവിൽ ആദരപൂർവ്വം ക്ഷണിച്ചു. അതോടൊപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ചങ്ങാതിക്കൂട്ടത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം സിന്ധു കെ.ജിയെ ക്ഷണിക്കുന്നു. അടുത്തതായി കൈരളി ചാനലിൽ മാമ്പഴം എന്ന പ്രോഗ്രാമിൽ കവിത പാരായണം കഥ പറയുമ്പോൾ എന്ന പ്രോഗ്രാമിൽ കഥാപ്രസംഗത്തിലും വിജയിയായിട്ടുള്ള വർഷ കെ രാജനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം നന്ദിയാണ് ആശംസിച്ചുകൊള്ളുന്നു. നമുക്ക് കവിത അല്ലെങ്കിൽ സ്ത്രീ കവിത ഈ രണ്ട് പദങ്ങളും കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്ന ഒരു മുഖമാണ് സുഗതകുമാരി ടീച്ചറുടേത്. നമ്മുടെയൊക്കെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകുമായിരുന്നു. ടീച്ചർ സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളെ കുറിച്ച് ശിശുക്ഷേമത്തെ കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിക്കുകയും വേണ്ട രീതിയിലുള്ള ഒരു കവിതയാണ്. ടീച്ചറുടെ പെൺകുഞ്ഞെ 90കളിൽ എന്ന് പറഞ്ഞൊരു കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ ശ്രമിക്കുന്നത്. 1990കളിലെ അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ്. പക്ഷെ ആ കവിതയ്ക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് ആ വരികൾ കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകും. 90കളിൽ നിന്നുള്ള സ്ത്രീകളുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും വിസ്മയമാരും ഉഗ്രമാരും ഒക്കെ ഈ കവിതയുടെ പ്രാധാന്യത്തെ നമ്മളെ ഇപ്പോഴും അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറുടെ ആ കവിത ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റൊരീ കൊച്ചു പൈതലേ കാത്തുകൊള്ളുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല, പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല, പൊറുക്കുക നിന്മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല, പൊറുക്കുക നിന്മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിളവേകുക. ഇവളെ പാവമീ കുഞ്ഞു സീതയെ ജഗദംബ നിൻ കുഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേ അനാഥയായി. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ, രാവിലേതോ പൂത്ത പൽകൾ കിടക്കിവളൊടുങ്ങുമോ. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ, രാവിലേതോ പൂത്ത പൽകൾ കിടക്കിവളൊടുങ്ങുമോ. നാളെ എന്താണ് നാളെ ഇവൾ പെണ്ണ് പിറന്നൊരീ നാളിലെ വെടിയപ്പെട്ടോരിവൾക്ക് എമ്പട്ടിൽ ജീവിതം. ഇവളെന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോരുമോ, ഇവൾ മാഞ്ഞ മുഖത്തോടെ അനാഥാലയമെത്തുമോ. ഇവളെ കയ്യേകി മാറത്തണിയാൻ പ്രേമമെത്തുമോ, ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ കരുതുന്നതാര്. ഇവൾ തന്മേനി പൊന്നിട്ടുമൂടി നൽകാനുമാരുവാൻ, ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ കരുതുന്നതാര്. ഇവൾ തന്മേനി പൊന്നിട്ടുമൂടി നൽകാനുമാരുവാൻ. ഇവളെ ഓര പൊന്നെന്നു തീ തൈലത്തിലിരിക്കുമോ, ഇവളെ
പോര പൊന്നെന്നു തീത്തൈലത്തിലിരിക്കുമോ ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ ഇവളെ പണി ചെയ്യിച്ചു പട്ടിണിക്കിട്ടു കൊല്ലുമോ ഇവളാം ചണ്ടി നഗരക്കാനയിൽ ചീർത്തു പൊന്തുമോ ഇവൾ തന്മേനി ആസ്പത്രി ഭ്രാന്തയിൽ ചീഞ്ഞു നാറുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോ ദുഃഖമല്ലയോ ഇവൾ പിച്ചച്ചട്ടിയേന്തി ഇറന്നു പശിയാറ്റുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോ ദുഃഖമല്ലയോ ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം നിന്റെ ചന്തയിൽ പാഴ്വിലറ്റു വെടുക്കാത്തൊന്നല്ലി പെണ്ണിന്റെ ജീവിതം എങ്കിലും തങ്കമേ നീ എൻ മുഖത്തെ ചുറ്റുനോക്കിടുന്നെന്തിനോ പുഞ്ചിരിക്കൊള്ളുന്നോട്ടു പിന്നിടക്കിടെ അമ്മയാം ഞാനും ഇമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നുപോയി എന്നെയും പാപമെന്നമ്മ അന്നു കൊല്ലാനറച്ചുപോയി ഇതൊക്കെ സത്യമാണെന്നാൽ സ്വപ്നം കാണട്ടെ ഞാനീ വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും അക്കൈ തണലിലായി ദീപ്തശുദ്ധിയായി ഇവൾ നീർന്നിടും അഗ്നി കൊള്ളില്ല കാടേറില്ലിവളീ ഭൂമി തന്മകൾ അഗ്നി കൊള്ളില്ല കാടേറില്ലിവളീ ഭൂമി തന്മകൾ വേല ചെയ്തു പുലർന്നോളായി പുലർത്തുന്നോളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറ പോലുയർത്തിപ്പിടിച്ചിടും വേല ചെയ്തു പുലർന്നോളായി പുലർത്തുന്നോളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറ പോലുയർത്തിപ്പിടിച്ചിടും തല താഴില്ല താഴ്ത്തില്ല ഇവൾ തന്മട്ടിൽ ജീവിപ്പവൾ ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം ഇവൾക്കു മക്കളായി ശക്തി നാളങ്ങൾ പുറകെ വരും ഇവൾ തൻ ചുമലിൽ ചാങ്ങി ഭൂമിയൊന്നാശ്വസിച്ചിടും ഇന്നീ ചന്തപ്പണത്തിക്കിലാർക്കും വേണ്ടാതെ തള്ളിടും കുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാനർഹയാണു ഞാൻ ഇന്നീ ചന്തപ്പണത്തിക്കിൽ ആർക്കും വേണ്ടാതെ തള്ളിടും കുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാനർഹയാണു ഞാൻ ഇന്നീ ചന്തപ്പണത്തിക്കിൽ ആർക്കും വേണ്ടാതെ തള്ളിടും പെൺകുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാൻ അർഹയാണു ഞാൻ പെൺകുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാൻ അർഹയാണു ഞാൻ. മക്കളായി നാലു പേരും പിന്നിലും ഒഴിയ അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി നാലു പേർക്കും നാടൂരി മണ്ണും പകുത്തെടുത്ത് മക്കളായോ വഴിക്കായി പിരിഞ്ഞുപോയി അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണി
മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമുന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യനായ അമ്മൂമ്മനൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയും മനം. നിർമ്മല ബാല്യമേ മിന്നൽ പകനട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂടുന്ന താപമായി തീരുമീ മാതൃശാപം. ആരോ വിലയിട്ടൊരാ നാലു കെട്ടിന്റെ നോവുപോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ വെള്ളം തപിച്ചു പൊതിച്ചുപോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്നെ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാനെല്ലാം കഴിവുമൊന്നായി പറഞ്ഞെങ്കിലും നാൽവരില്ലാരെങ്കിലും വന്നു കൈപിടിച്ചു പന്നടക്കുമെന്ന് ആശിച്ചുപോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാച്ഛൻ്റെ ഓർമ്മയിലമ്മ തിരഞ്ഞു വീഴേ. കൈപിടിച്ചാരോ നടത്തിയ അമ്മയെ ശരണാലയത്തിൻ കവാടം വരെ. ഏകയായി തീർന്നൊരി അമ്മ തൻ നെഞ്ചിലിൽ നടക്കുവാൻ ഒരു വട്ടമെങ്കിലും ഓടുവോ മക്കളെ ഈ വഴി. പ്രതിക്രിയയായി വന്നു കൂടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റ വയറിൻ്റെ തീരാക്കടം. പെറ്റ വയറിൻ്റെ തീരാക്കടം. ശക്തി മോഹൻ്റെ കൊടുക്കാൻ കഴിയാന്നുള്ളത് ഇവിടുത്തെ നാളെ കൂടി ബാക്കിയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വിദ്യാർത്ഥി സംഘടന അതിനേക്ക് അനുയോജ്യമായ ഒരു പേരിട്ടിട്ടുണ്ട് ചങ്ങാതിക്കൂട്ടുന്നത്. ആ പേര് അന്വർത്ഥമാവുക. പേര് അന്വർത്ഥമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൻ്റെ എല്ലാ അർത്ഥങ്ങളും നിങ്ങളുടെ ആക്ടിവിറ്റികളിലൂടെ പ്രവർത്തികളിലൂടെ പൂർണ്ണമാകുമ്പോഴാണ് പേര് അന്വർത്ഥമാവുന്നത്. അപ്പോൾ ആ ചങ്ങാത്തം എല്ലാ അർത്ഥത്തിലും കൂടി വരാനായിട്ടുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. വനിതകൾ മാത്രമായി കേന്ദ്രീകരിച്ചുകൊണ്ടിട്ട് പരിപാടി. രണ്ട് തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണയായിട്ട് വനിതാ ദിനത്തിന് വനിതയുടെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പുരുഷന്മാരും അതുപോലെ സംഘാടനത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ക്ലാസ് റൂമിലേക്ക് ഏതായാലും ആണ് പദവികൾ നടക്കുന്നില്ല. കാരണം എന്താ,
മറ്റൊന്നുമല്ല, പെൺകുട്ടികൾ തന്നെ, സ്ത്രീകൾ തന്നെ മുന്നിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വർത്താനത്തെ തുടങ്ങാറുള്ളൂ. വർത്താനം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അല്ല, ഇതിനെ തുടങ്ങിയത് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഈ സംവിധാനം, ഈ സംഘടന സംവിധാനം തുടങ്ങുന്നത് പ്രവൃത്തിയിലൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം കൃത്യമായിട്ട് സംഘടിപ്പിച്ച് മുന്നോട്ട് പോയി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാനും പൂർത്തീകരിക്കാനും ആരെ തന്നെ ഏൽപ്പിക്കുകയാണ്, സ്ത്രീകളെ തന്നെ, വനിതകളെ തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല സൂചനയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പലരും ഒത്തുചേരാറുണ്ട്, പല പരിപാടികളിലും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. എങ്കിലും മത്സരങ്ങൾ, പരിപാടികൾ, അത്ര പരിപാടികൾ ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും തിരിഞ്ഞു നിന്ന് വനിതകളെ ഒന്ന് നന്നായി തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ഒരു വിദ്യാർത്ഥി പൂർവ്വ സംഘടന ഇന്നത്തെ ചങ്ങാതിക്കൂട്ടം. കാരണം ഇപ്പൊ ഞങ്ങള് ഗവൺമെന്റ് കോളേജില് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ വളരെ ഗംഭീരമായിട്ട് ഇതെല്ലാവരും വലിയ ഉദ്യോഗസ്ഥന്മാരും പല തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ്, ജോലി ചെയ്തിരുന്നതാണ്. അപ്പൊ അവരൊക്കെ ഒരു 10-12 വർഷത്തോളം ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൊണ്ടുവന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഞങ്ങൾ ആലോചിക്കും അടുത്ത വിദ്യാർത്ഥി സംഘം, എല്ലാ വർഷവും സംഗമം ഉണ്ടാവും. അപ്പൊ അടുത്ത വിദ്യാർത്ഥി സംഘത്തെ എന്താ പരിപാടി ചെയ്യേണ്ടത്? ഒരു നാടൻ പാട്ട് കൊണ്ടുപോകും അടുത്ത വിദ്യാർത്ഥി സംഘത്തിന്. അപ്പൊ നമുക്കൊരു ഗാനമേളയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നു, ഞാനടക്കമുള്ളതായ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒന്നും തന്നെയാണ് നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികൾക്ക്, നമ്മുടെ ഭാര്യമാർക്കും വേണ്ടി നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ടൊരു പരിപാടി എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ തലവെച്ച് പോവുകയാണ് ആ ഒരു മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിനേക്കാളേറെ സന്തോഷകരവും അത്ഭുതകരവുമായ അല്പസാഹസികവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സന്തോഷം വിളിച്ച് പറഞ്ഞപ്പോൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് എന്നോട് ഇഷ്ടം കൊണ്ടാണോ അതോ മാഷൊരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിഞ്ഞോളാം. എന്തായാലും സന്തോഷം, വളരെ അതെന്താ സന്തോഷം. അതിന്റെ കൂട്ടുകാരും ജയന്തനൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അവിടെ വാക്കുകളിൽ അതിർത്തി കഴിഞ്ഞു. പിന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമാവാന്നുള്ളത് വലിയ സന്തോഷം. എന്തായാലും ഈ എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ വലിയ ആശംസകൾ നേർന്നുകൊണ്ട് മാഷക്ക് ഒരു വനിതകളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നത്തെ അവതരിപ്പിക്കണം നിങ്ങളുടെ മുന്നിൽ എന്നുള്ളതാണ് പറയുന്നത്. പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് ചിന്തിക്കാനോ നമ്മളെക്കുറിച്ച് അറിയാനോ, സാധാരണ പറയാ സ്ത്രീക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് വരെ കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് പറയും. സ്വന്തം ശരീരത്തെക്കുറിച്ച് വരെ സ്ത്രീ ശരിയായിട്ട് അറിഞ്ഞിട്ടുണ്ടോ, അതോ സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് വരെ മറ്റുള്ളവരുടെ ചിന്തകളുടെയും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നുവരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ? അപ്പോൾ അത്രമാത്രം നമ്മളെ കുറിച്ച് അറിയാതെ സ്ത്രീകൾ ആരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, സ്വയം ചിന്തിക്കാതെ, സ്വയം തിരിച്ചറിയാതെ സമൂഹത്തിലെ നമ്മുടെ ഒരു നിലപാടും സ്റ്റാൻഡും ഒക്കെ ആ നിലപാട് തറ എന്താണെന്ന് കൃത്യമാവാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ സമൂഹമായിട്ട് കേരളീയ സമൂഹവും മാറുന്നു എന്നുള്ളതാണ് നമുക്ക് വനിതാ ദിനത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ നടത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ സെമിനാറിന്റെ വിഷയം ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രമോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മാത്രമോ അല്ല, മറിച്ച് എന്താണ് സ്ത്രീകൾ ഉൾപ്പെടുന്ന ഈ വലിയ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ത് ഓരോ സ്ത്രീയുടെയും സുരക്ഷ എന്നാണ്. എനിക്ക് കവിതകളിലൂടെ അവതരിപ്പിച്ചു. ഈ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഗുണമെന്താണെങ്കിൽ എനിക്ക് പറയുവാനുള്ളതായ കാര്യങ്ങളുടെ ഒരു 90% ആര് പറഞ്ഞിട്ടുണ്ട് 2 കവിതകളിൽ നമ്മൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. 290 സ്ത്രീമാര് പറഞ്ഞത്. ഇത് ആലപ്പി ആളുടെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയ ആളുടെ പേര് മുരുകത്തിയാണോ അത്? അപ്പോ അത് ആ 2 കവിതകളും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, സ്ത്രീയെ കുറിച്ച് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. 90കളിലെ സ്ത്രീയെ കുറിച്ചിട്ടാണ് ഗുരുമാര് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇപ്പോഴും അതിന് വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു 100 വർഷം കഴിഞ്ഞാലും കേരളത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്.
അതേസമയം തന്നെ നമ്മൾ രക്ഷിക്കേണ്ട മറ്റൊരു വിഷയം എന്താണെങ്കിൽ എല്ലാ മേഖലയിലും കേരളം ഉയർന്നു നിൽക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ആർജിച്ചിട്ടുള്ള അറിവും ശാസ്ത്രബോധവും ഒക്കെ സ്ത്രീക്ക് അവരുടെ നിലപാടിനെ കൃത്യതപ്പെടുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് പലപ്പോഴും എന്തായിട്ട് തോന്നാറില്ല, പ്രശ്നങ്ങളായിട്ട് തോന്നാറില്ല എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കുടുംബത്തിലോ അതുപോലെ തന്നെ സമൂഹത്തിനോ ആണാധികാരമുള്ളതായ നമ്മുടെ ഇന്നത്തെ ആണാധികാരത്തിന്റെ മേൽക്കോയ്മയുള്ള നമുക്ക് സമൂഹത്തിന് തോന്നുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്ത്രീ എന്താ ചെയ്യുന്നത്? എല്ലാം സ്നേഹിച്ച് ഒതുങ്ങി കഴിയുന്നു എന്നുള്ളതാണ്. ഒരു നിവൃത്തിയുമില്ലാതെ ആവുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. എന്നിട്ട് അവിടെ വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുന്നു? എനിക്ക് ഡിവോഴ്സ് വേണം. ഇനി അങ്ങനെ ഡിവോഴ്സ് വേണില്ലേ, നമ്മുടെ ഡിവോഴ്സുകളുടെ കാലമാണ്. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോഴാണ് അച്ഛനും അമ്മയോ തൻ്റെ മകള് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. ഇന്ന് അത്തരത്തിൽ അല്ലെ, എന്തുകൊണ്ടാണ് ഡിവോഴ്സിലേക്ക് എത്തുന്നത്? ഒരുമിച്ചിട്ട് ജീവിക്കാൻ കഴിയും വയ്യ എന്നുള്ള തീരുമാനത്തിലെത്തും. എന്നിട്ടാണ് നമ്മൾ ഡിവോഴ്സിലേക്ക് എത്തുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതുകൊണ്ടാവും പല പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടാറുണ്ട്. സ്ത്രീ എല്ലാം സഹിച്ച് ഒതുക്കി കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ടവളാണ്, മാറ്റി നിർത്തപ്പെടേണ്ടവളാണ്, അകറ്റി നിർത്തപ്പെടേണ്ടവളാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഒരു വലിയ പ്രോഗ്രാം ആരംഭിച്ചു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇന്ന് വലിയൊരു പരിപാടി നടത്തുന്നു. വനിതാ ശിശുക്ഷേമ വികസന സമിതിയുടെയും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ആ ഒരു പരിപാടി ജനങ്ങളിലേക്ക് സ്ത്രീകളിലേക്ക് എത്തുന്നത്. അത് പറയുന്നത് ഇതാണ്, സ്ത്രീകളുടെ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആർത്തവകാല സുരക്ഷിതത്വം സാമൂഹിക ഉത്തരവാദിത്തം എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന കാരണം ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടേണ്ടവളാണ് എന്ന് ആരാണ് പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്ത് പറയേണ്ടി വരും? സ്ത്രീകളോട് തന്നെ എന്താണ് ആർത്തവം? ഈ ലോകത്ത് ജനതയിലെ തലമുറകൾ മാറി മാറി നിലനിൽക്കുന്നതിന് നമ്മൾ ദൈവിക വിശ്വാസിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദൈവം ഏറ്റവും കൂടുതൽ കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള അപാരമായൊരു ശേഷിയാണ് എന്ത് ആർത്തവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജനത മുഴുവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ജൈവ പ്രക്രിയയാണ്. എന്ന് പറഞ്ഞാൽ സമൂഹവും നമ്മുടെ ദൈവികമായ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിലും ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സുരക്ഷ തരികയും എല്ലാവിധ സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ നൽകേണ്ടതായ ആ ജൈവിക ആ പ്രക്രിയയെ ഒരു സമൂഹം മാറ്റി നിർത്തപ്പെടേണ്ടവളായിട്ട് മാറി എന്ന് പറയുന്നത് ആര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം ശരീരത്തെക്കുറിച്ച് പോലും അറിവില്ലാത്തവളായി നടിക്കേണ്ടി വരികയാണ് ആർക്ക്? സ്ത്രീക്ക് എന്നുള്ളത്. നടിക്കേണ്ടി വരുന്നത് എത്ര വിദ്യാഭ്യാസമുള്ളവളാണെങ്കിലും ഒക്കെ അങ്ങനെ വരുന്നു. പക്ഷെ സ്ത്രീയുടെ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. സമൂഹത്തിലെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കഥ തുടങ്ങുന്നത് മനുഷ്യവംശത്തിന്റെ കഥ ബൈബിളിൽ തുടങ്ങുന്നതായിരുന്ന ആദമും ഹവ്വയിൽ നിന്നാണല്ലോ. കേട്ടിട്ടില്ല? ആദമും ഹവ്വയായിരുന്ന ആദ്യത്തെ 2 പേരിനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അവര് പർദീസയിൽ സുഖമായിട്ട് അങ്ങനെ എല്ലാ സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. പക്ഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഫോർബിഡൻ ഫ്രൂട്ട് ഉണ്ട്, വിലക്കപ്പെട്ട കനി, അത് തിന്നരുത് എന്ന് ദൈവം കൃത്യമായിട്ട് പറഞ്ഞു. ആ ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നന്മ തിന്മകളുടെയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളുടെയും ഒരു ഫലമായിരുന്നു. അത് തിന്നരുത്. അത് തിന്നു കഴിഞ്ഞാൽ എന്താണ്? തിരിച്ചറിവ് ഉണ്ടാവുക. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത് അത് തിന്നരുതെന്ന് പറയുന്നത്. സാത്താൻ അതിൽ പ്രലോഭിപ്പിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഒന്നുമില്ല, കാരണം യാതൊരു തിരിച്ചറിവുകളും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും ആർക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല. ആദ്യം ഹവയ്ക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ചു, തിരിച്ചറിവില്ലാത്തതിന്റെ അവസ്ഥ. തങ്ങൾ നഗ്നരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത ആദവും ഹവ്വയും. ആദവും ഹവ്വയും സ്വയം സ്വന്തം നഗ്നതയെ കുറിച്ച് പോലും തിരിച്ചറിയാതെ നടന്നൊരു കാലത്തെ കുറിച്ചൊന്നും ആലോചിച്ചു. അങ്ങനെ തിരിച്ചറിവിന്റെ അറിയാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഹവ്വയാണ് ആരെ പ്രലോഭിപ്പിക്കുന്നത്? ആദമിനെ പ്രലോഭിപ്പിക്കുന്നത്. ഈ കനി തിന്നണം. ഈ കനി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യവംശത്തിന്റെ നന്മതിന്മകളുടെ കനിയാണ്, തിരിച്ചറിവിന്റെ കനിയാണ്. ഇത് തിന്നുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സുഖവും ദുഃഖവും ക്ലേശവും കഷ്ടങ്ങളും വേദനകളും പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടാവുക എപ്പോഴാണ്? ഈ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് എന്ന് പറഞ്ഞ്. അപ്പൊ ആദമിന് ധൈര്യമില്ല. അപ്പൊ ആർക്കാ ധൈര്യം വന്നത്? സ്ത്രീയായ ഹവ്വയ്ക്ക് ധൈര്യം വന്നത്. ധൈര്യസമേതം ഹവ്വ ചെയ്തു ആ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ആ കനി തുറന്നു എന്നുള്ളതാണ്. അങ്ങനെ ആദ്യമായിട്ട് മനുഷ്യന് ഒരു ലോകം സമ്മാനിക്കുകയാണ് ആര്? സ്ത്രീ.
ആരാ സ്ത്രീ? ഹൗവ എന്ന് പറയുന്ന സ്ത്രീയാണ് മനുഷ്യവംശത്തിന് ഒരു ലോകം സമ്മാനിക്കുന്നത്. ദൈവം ശിക്ഷിച്ചു, നീ എൻ്റെ ഭൂമിയിൽ പോയി ജീവിക്കും, നമുക്ക് അപ്പോൾ അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ എന്ത് തുടങ്ങുന്നത്? നമ്മുടെ ഒരു കഥയോ അല്ലെങ്കിൽ വിശ്വാസമോ ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന ചിത്രത്തില്, ആ ചരിത്രത്തിൽ അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ ചരിത്രത്തിൽ ആരുണ്ട്? ഏറ്റവും മുന്നിൽ നിൽക്കാനായിട്ട് ആരുണ്ടായിരുന്നു? സ്ത്രീ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ സമൂഹത്തെ ഈ ലോകത്ത് സൃഷ്ടിക്കാനും ആ മനുഷ്യ സമൂഹത്തിന് തിരിച്ചറിവ് നൽകാനും കരുത്തുള്ള നേതൃത്വം നൽകിയത് ആരാണ്? ഹൗവ എന്ന സ്ത്രീയായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ആരംഭം. പിന്നീട് അവിടെ നിന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സമൂഹത്തിൽ സ്ത്രീക്കായിരുന്നു ഉന്നതമായ സ്ഥാനം. ഗോത്രവ്യവസ്ഥയിലൊക്കെ സ്ത്രീയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ പഠിക്കുമ്പോൾ പറയും, ഗോത്രവ്യവസ്ഥയിൽ സ്ത്രീക്കായിരുന്നു എല്ലാത്തിനും നേതൃത്വം. വേട്ടയാടി മൃഗങ്ങളെ തേടി പിടിച്ചിരുന്നതും അതുപോലെ തന്നെ നേരിട്ട് ഭക്ഷണം അന്വേഷിച്ചിരുന്നതും കൃഷിപ്പണികൾ ചെയ്തിരുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു നേതൃത്വം കൊടുത്തിരുന്നതും ഒക്കെ ആരാണ്? സ്ത്രീ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാത്തിനും സ്ത്രീയായിരുന്നു. ഗോത്രത്തിന്റെ തലവ തന്നെ സ്ത്രീയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഉപനയനം കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ കൂടി പങ്കാളിത്തം. ഉപനയനം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണ വിഭാഗത്തിലൊക്കെ സവർണ മേധാവിത്വത്തില് അവരുടെ സവർണ ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ വേദങ്ങളുടെയും ഇതിന്റെയൊക്കെ പഠനം ഇതൊക്കെ സ്ത്രീകൾ കൂടി നയിച്ചിരുന്നു. ഉപനയനം സ്ത്രീകൾ കൂടി നയിച്ചിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അതുപോലെ തന്നെ വിധവകളെ മാറ്റി നിർത്തപ്പെട്ടിരുന്നില്ല എന്നുള്ളത്. വിധവകള് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ പുരോഹിതൻ വിധവയോട് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നിന്നെ കാത്തിരിക്കുന്ന കുട്ടികളും ബന്ധുക്കളും നിന്റെ കുട്ടികളും നിന്റെ ബന്ധുക്കളും എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് ഇതാ നിന്നെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഭർത്താവ് മരിച്ചുപോയി എന്നുള്ളത് ഒരു സ്ത്രീയുടെ കുറ്റമല്ല. അവിടെ നിന്നാണ് അതേ സ്ത്രീ തന്നെ ആലോചിച്ച് നോക്കും, ഭർത്താവിന്റെ ഈ അവസാനത്തെ ക്രിയകൾ ചെയ്യുന്നത് സ്ത്രീ ഇരുന്നുകൊണ്ടാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകളിലുള്ളതാണ്. സ്ത്രീയാണ് ഇരുന്നിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുരോഹിതൻ പറയുന്നത് എന്താ? നീ ഇനി മറക്കുള്ളിൽ ആരും കാണാത്തവളായി ആർക്കും കാണപ്പെടാത്തവളായി വിശ്വവിധമായിട്ട് പറയേണ്ടവളൊന്നുമല്ല. എന്താ പറയണത്? നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിന്റെ കുട്ടികൾ, നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിന്റെ ബന്ധുക്കൾ, നിന്നെ കാത്തിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതിലേക്ക് നീ എത്രയും വേഗം തിരിച്ചു വരൂ എന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഭർത്താവിൻ്റെ ജഡം മൃതദേഹം ഭാര്യ ദഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി. അവൾ ശക്തിയോടുകൂടി എന്തിനു വരുന്നു? അവളുടെ മക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. സമൂഹം അവളെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്ത്രീക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സമൂഹം ആ രീതിയിൽ ചിന്തിച്ചിരുന്നേ? സമൂഹത്തിൽ സ്ത്രീക്ക് എത്രമാത്രം എന്തുണ്ടായിരുന്നു? സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സ്ഥാനം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും സമൂഹം അത്തരത്തിൽ എന്ത് ചെയ്തത്? സ്ത്രീയെ പിന്തുണച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് പറയുന്നത്? ഇന്നും ആ സ്ത്രീയെ പിന്തുണയ്ക്കേണ്ടത് അത് തന്നെയാണ്, സമൂഹമാണ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചങ്ങാതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ നിങ്ങളുടെ സഹപാഠികളും ഒക്കെ തന്നെ നിങ്ങൾക്ക് തരുന്ന ഈ വലിയ പിന്തുണ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലനിൽപ്പിലൂടെ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു കരുത്താണ് യഥാർത്ഥത്തിൽ ഇതിലൂടെയൊക്കെ പകർന്നു വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് വിധവയെ ഈ തരത്തിൽ അംഗീകരിക്കപ്പെട്ടതായ അതേ സമൂഹം തന്നെയാണ് പിന്നീട് എന്ത് വിധിച്ചത്? ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതേ ചിതയിൽ തന്നെ ചാടി ജീവിതം അവസാനിപ്പിക്കേണ്ടതാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവനോടെ ചിതയിൽ ചാടി മരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സതി അനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്തൃവിയോഗം വന്നു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ആരെങ്കിലും ജീവനോടുകൂടി തികച്ചാടാൻ പറ്റുമോ? നമുക്ക് ഓടിപ്പോയി തിരിച്ചാൽ നമുക്ക് തോന്നുമോ? എന്ത് ചെയ്യുന്നു? മുണ്ടോടും കയ്യും കാലും കെട്ടി പിടിച്ച് കത്ത് ചെന്ന് ചിതയിൽ കൊണ്ടിട്ട് കമ്പുകളുള്ളതായ വടികൾ ഉപയോഗിച്ചുകൊണ്ട് കൈകാലുകളും കഴുത്തുകളും എന്ത് ചെയ്യും? കുറ്റിപ്പിടിക്കും. ആ ചിതകൾ കിടന്ന് എരിഞ്ഞ് പൊരിഞ്ഞ് അവസാനിക്കാൻ വേണ്ടി. അങ്ങനെ കൈകാലുകൾ കമ്പുകളുള്ളതായതുകൊണ്ട് കൈകാലുകൾ കുറ്റിപ്പിടിച്ച് ആ ചിതയിൽ എരിഞ്ഞിരുന്ന ആ സ്ത്രീയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ്. അപ്പൊ ഏത് തരത്തിലുള്ള അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയത് എന്നാണ് ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും മേൽക്കോയ്മയുള്ള ഒരു ഗോത്രത്തിന്റെ മുഴുവൻ ആധിപത്യം ഉണ്ടായിരുന്നതായിട്ടുള്ള സമൂഹം എല്ലാ തരത്തിലുള്ള സുരക്ഷയും നൽകിയിരുന്നതായിട്ടുള്ള സ്ത്രീയാണ് ചിതയിൽ എരിഞ്ഞടങ്ങേണ്ടവളാണ് എന്നുള്ളതായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നത് എന്നുള്ളത്. ചരിത്രം പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം ഇതിനിടയിൽ സംഭവിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സ്ത്രീ പിന്തള്ളപ്പെട്ടു പോയി എന്ന് നമ്മുടെ ചരിത്രകാരന്മാർ അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് രണ്ടാം തരം പൗരയായിട്ട് ഒരു മാറി? നമ്മുടെ വീട്ടിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ തീരുമാനങ്ങൾ എടുക്കുക? സ്ത്രീ നമുക്ക് നമ്പർ 1 ആണോ നമ്മുടെ വീട്ടിൽ? ചിലരുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം. നമ്മൾ പറയുന്നത് പൊതുവെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്പർ 1 എന്നുള്ളൊരവസ്ഥയിൽ ഏതെങ്കിലും സ്ത്രീകളുണ്ടോ വീട്ടിൽ? അച്ഛൻ, അമ്മ.
2 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഒരു കുടുംബം. ആ വീട്ടിൽ നമ്പർ 1 ആരാ? ഒരു അച്ഛനാണ്, ആണധികാരമാണ്. പോട്ടെ, ഒന്ന് അച്ഛൻ എടുക്കോട്ടെ, കാരണം അച്ഛനാണല്ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 1ാം സ്ഥാനം അച്ഛനാണ് ഇരുന്നത്. 2ാം സ്ഥാനം ആർക്കാ? അമ്മയ്ക്ക്. ആ വീട്ടിൽ ആൺകുട്ടി ഉണ്ടെങ്കിലോ TV വാങ്ങണം, ഒരു പുതിയ TV വാങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായം എത്ര ഇഞ്ചിന്റെ TV വാങ്ങണമെന്നാണ് ചർച്ച. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ആൺകുട്ടി പെൺകുട്ടിയാണ് മൂത്തത്, താഴെയാണ് ആൺകുട്ടി. അവൻ +2 പഠിക്കുന്നേ ഉള്ളൂ. പെൺകുട്ടി എന്ത് ചെയ്തു? PG ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ് പെൺകുട്ടി. എന്താ പറയാ, അതേ അവനോടൊന്ന് ചോദിച്ചോളൂ. 2ാം സ്ഥാനം ഇല്ല. അപ്പൊ 2ാം സ്ഥാനം പോലും ഇല്ലാതെ നമ്മൾ അറിയില്ല. പക്ഷെ നമുക്കത് വിഷമമുണ്ടോ? ഇല്ല. കാരണം അച്ഛൻ തീരുമാനിച്ചോട്ടെ, 2ാമത് ആര് തീരുമാനിച്ചോട്ടെ. 2ാമത് പെൺകുട്ടിയുണ്ട്, അവളോട് ചോദിക്കാനല്ല പറയുന്നത്. ഇവൻ +2 ആയിട്ടുള്ളൂ. അപ്പോഴും പറയുന്നത് എന്താ, അവനോടും ചോദിച്ചോളൂ. അതിന് മതി. അപ്പൊ അവനോട് കൂടി ചോദിച്ചിട്ട് വീട്ടിലൊരു ചെറിയ കാര്യം വരെ തീരുമാനിക്കപ്പെടുന്നുള്ളൂ. എന്തുകൊണ്ട്? അവളോട് ചോദിച്ചോളൂ, മോളോടൊന്ന് ചോദിച്ചോളൂ. കാരണം ഇതിനേക്കാൾ 5 വർഷത്തെ 6 വർഷത്തെ കാര്യങ്ങൾ അനുഭവിച്ചോ ഒക്കെ ആൾക്കുണ്ട്, മോൾക്കുണ്ട്. മോളോട് ചോദിക്കുമെന്ന് പറയില്ല, അവളോട് ചോദിച്ചോളൂ എന്ന് പറയുള്ളൂ. അപ്പൊ ആണധികാരത്തിന്റെ അറിയപ്പെടാതെ നമ്മളെ ഭരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു വിഷമവും ഇല്ല. കാരണം വീടല്ലേ, അച്ഛനല്ലേ, അമ്മയല്ലേ, കുട്ടികളല്ലേ, മക്കളല്ലേ, അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലേ. അവനോടൊന്ന് ചോദിച്ചിട്ടല്ലേ കാര്യങ്ങൾ നടത്തേണ്ടത്. അതൊരു തർക്കമില്ല കേട്ടോ. പക്ഷേ ഈ ശൈലി കൃത്യമായിട്ട് വരണ്ടേ. വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലിപ്പോ ഒരു വിവാഹ തീരുമാനം എടുക്കുകയാണ്. സാധാരണയായിട്ട് നമ്മൾക്ക് എപ്പോഴും പറയും പെൺകുട്ടികൾ വിവാഹം കഴിക്കപ്പെടാനുള്ളവരാണ് എന്നുള്ളത്. പെൺകുട്ടികൾ വളർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഇവിടെ അതിനുവേണ്ടി ലക്ഷ്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ആദികളായി നമുക്ക് പറയാൻ കഴിയണം, ഈ പുതിയ തലമുറയ്ക്ക് പറയാൻ കഴിയണം, ഞങ്ങളൊന്നും വീട്ടിൽ കിടക്കാനില്ല ഒരു ബാധ്യതയാണ്. കാരണം ഈ പുതിയ സമൂഹത്തിൽ, ഈ ഹൈടെക് യുഗത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഇടമുണ്ട്. അല്ലെ, കാര്യത്തിൽ കൃത്യമായിട്ട് പറയാമോ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ഇടമുണ്ട്. അച്ഛനമ്മയ്ക്ക് ഞാൻ എന്തല്ല ഒരു ബാധ്യതയൊന്നുമില്ല. കാരണം എനിക്ക് എന്തുണ്ട്? വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് തിരിച്ചറിവുണ്ട്, എനിക്ക് ജോലി അന്വേഷിക്കാനുള്ള ശേഷിയുണ്ട്, എനിക്ക് ജോലി കിട്ടും, ശമ്പളം കിട്ടും. അല്ലേ, ആ ശമ്പളത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെതായ ഒരു ജീവിതം എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു പ്രവർത്തന മേഖലയിൽ നിന്ന് ഞാൻ എൻ്റെ പാർട്ട്ണറെ, പങ്കാളിത്തത്തെ കണ്ടെത്തും. അതാരുടെ സമ്മർദ്ദത്തോടെ മതി? അച്ഛൻ്റെ അമ്മയുടെ സമ്മർദ്ദത്തോടെ മതി. പക്ഷെ ഞാനൊരിക്കലും ആർക്കും ബാധ്യതയില്ല. എൻ്റെ വീടിനൊരു ബാധ്യതയില്ല. എൻ്റെ ഭർത്താവ്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഭർത്താവ്, ഞാൻ അണിയുന്നതായ ആഭരണത്തിൻ്റെയോ അച്ഛനും അമ്മയും തരുന്നതായിട്ടുള്ള പണത്തിൻ്റെയോ ആ ഒരു മാറ്റം നോക്കിയിട്ടല്ല എന്നെ സ്വീകരിക്കപ്പെടേണ്ടതെന്ന് ഓരോ പെൺകുട്ടിയും തീരുമാനിക്കുക തന്നെ വേണം. നിങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നിങ്ങളുടെ കഴിവിൻ്റെയും ഇടപെടൽ ശേഷിയുടെയും ജോലിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിയപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും വില നിർണ്ണയിക്കപ്പെടേണ്ടതും ഒക്കെ. അപ്പൊ അത്തരത്തിലാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു? സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൺസെറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൂടല്ലോ. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, കേരളം എല്ലാ തരത്തിലും ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്രാവബോധ രംഗത്തൊക്കെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സ്ഥലങ്ങളെക്കാളൊക്കെ കൂടുതലായിട്ട് ശാസ്ത്ര വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു സമൂഹം കേരളമാണ്. അവിടെ എത്ര ഗംഭീരമായിട്ട് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നത് എന്ന് മാത്രമല്ല, എല്ലാവർക്കും ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ വലിയ ആവേശവുമാണ്. അല്ല, ഇപ്പോൾ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികളെ കൂടുതൽ. കാരണം ശാസ്ത്രം പഠിക്കാനായിട്ട് നമുക്ക് അത്ര ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ശാസ്ത്രവും ശാസ്ത്രബോധവും ഒക്കെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞുവെങ്കിലും ആ ശാസ്ത്രബോധത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അറിവും കാര്യങ്ങളും ധാരണ ഒക്കെ ഉണ്ട്, അല്ലെ. ആർത്തവരക്തം എന്ന് പറയുന്നത് നമ്മുടെ കൈമുറിഞ്ഞാൽ വരുന്ന രക്തത്തിന്റെ അതേ പരിശുദ്ധിയുള്ള രക്തമാണ് എന്നുള്ള ആ ശാസ്ത്രീയമായ തിരിച്ചറിവ് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിക്കുക? ആ ഉണ്ടാവുന്നതിൽ നിന്ന് തന്നെ ഒരു അധമബോധം നമ്മളിൽ നിന്ന് ഇല്ലാതാവും. മറ്റതെന്താ? എല്ലാ തരത്തിലും മാറ്റി നിർത്തപ്പെടേണ്ടവളാണെന്ന് തോന്നലുണ്ടാവുക, ഒഴിഞ്ഞു നിൽക്കേണ്ടവളാണ് എന്നുള്ള തോന്നലുണ്ടാവുക. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല, ചില പ്രത്യേക ആ സന്ദർഭങ്ങളിൽ ഞാൻ ചില ചെടികൾ തൊടാൻ പാടില്ല, ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, മാറി നിൽക്കണം, തുടരരുത്, അശുദ്ധിയാണ്. എങ്ങനെയാണ് അശുദ്ധമാവുക? അശുദ്ധമായ എന്തെങ്കിലും ശരീരത്തിൽ ഒരു സൂചന ഉണ്ടെങ്കിലല്ലേ അതിന് നമുക്ക് അശുദ്ധി ഉണ്ടാവുള്ളൂ. നമ്മൾ കൈമുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാവരുത്? എന്ത് ചെയ്യും? അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ചോരയ്ക്ക്, ആ ചോരയുള്ള അതേ ഘടകങ്ങൾ തന്നെയാണ് ആർത്തവ രക്തത്തിലും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരിക്കലും സ്ത്രീയുടെ ഒരു ജൈവ പ്രക്രിയ മാത്രമാണെന്നും അത് വളരെ മഹത്തായ ഒരു ജൈവ പ്രക്രിയയാണെന്നും ഒരു തരത്തിലും താൻ അതുമൂലം ഒഴിച്ചു നിർത്തപ്പെടേണ്ടവളല്ലെന്നും
ആ രീതിയിൽ ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു. അത്തരത്തിലുള്ളതായ ഒരു സ്വയം തിരിച്ചറിവിലേക്ക് നമ്മുടെ അടുത്ത ഒരു സമൂഹം സ്വന്തം ശരീരത്തെ കുറിച്ചുള്ളതായ തിരിച്ചറിവിലേക്ക് വരെ ഇന്നത്തെ കുട്ടികളുടെയും സമൂഹം. അപ്പൊ ഇതിലെന്താണെന്നുണ്ടെങ്കിൽ നമ്മള് പരമ്പരാഗതമായിട്ട് നമ്മുടെ അമ്മമാരും മക്കളെയൊക്കെ അത്തരത്തിൽ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ സയൻസും ഫിസിക്സും BSc അപ്പൊ വേണ്ട ഒരു മെഡിസിൻ MBBS കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ അമ്മ ചില കാര്യങ്ങൾ പറയും. മെഡിസിൻ കഴിഞ്ഞ പെൺകുട്ടിയാണ് MBBS വലിയ ഡോക്ടറായിട്ട് PG ഒക്കെ എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി ഒരു ഗൈനക്കോളജി തന്നെയാണ് വിചാരിച്ചോളൂ. 18 ഗൈനക്കോളജി കഴിഞ്ഞ മകളാണ്, ഡോക്ടറാണ്. പക്ഷെ ആ മകൾക്കും അമ്മയുടേതായ ചില നിർദ്ദേശങ്ങൾ ഉണ്ട്. ആ മകളും അതിനനുസരിച്ചിട്ടാണ് പരിപാലിക്കുന്നത് പോകുന്നത്. അവർക്കാകില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ ശാസ്ത്രബോധമുണ്ടെങ്കിലും ആ ശാസ്ത്രബോധത്തെ സ്വന്തം ജീവിതത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ഇത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം, നമുക്ക് കുറച്ച് ദിവസം മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനത്തെ ദൈവികമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ കൾച്ചർ അങ്ങനെയായിരുന്നു. ശരിക്കും ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു ദൈവികമായൊരു പ്രക്രിയയാണ്. അതിനുവേണ്ടി കുഞ്ഞിനെ ഒരുക്കുന്ന ഒരു ദൈവത്തിന്റെ കിടക്കയാണത്. ആ കിടക്ക കുഞ്ഞിനെ കിട്ടാതാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ അധികപ്പറ്റാവുകയും ആ കിടക്ക ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി മറ്റൊരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ശരീരം തയ്യാറാവുകയും ചെയ്യുന്ന ഏറ്റവും ദൈവികമായ ഒരു പ്രക്രിയയാണ്. അത് അങ്ങനെ തന്നെയാണ് എന്ന് ശാസ്ത്രീയമായും വിശ്വാസപരമായും നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ ഞാൻ ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരുപാട് അധമബോധങ്ങളുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഞാൻ മാറ്റി നിർത്തപ്പെടേണ്ടവളാണ്, ഞാൻ ആത്മബലമുള്ളവളല്ല, ഏതൊക്കെയോ തരത്തിലുള്ള ഒരു അധമബോധം എന്നെ ഉണ്ട്. എന്തായാലും എന്റെ വീട്ടിലെ ആൺകുട്ടിയേക്കാൾ താഴെയാണ് എന്റെ കാര്യം. കാരണം അവനോട് ഇങ്ങനെയൊന്നും പറയുന്നില്ല, എന്നോട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നില്ല. അപ്പൊ ഞാൻ പലതരത്തിലും മാറ്റി. അങ്ങനെ ഓരോ തരത്തിലും ഓരോ മേഖലയിൽ നിന്നും ഇത്തരം മാറ്റി നിർത്തപ്പെടലിന്റെ ഒരു ആകത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു സ്വയം തിരിച്ചറിവിന്റെ ഭാഗമായിട്ടൊരു മോചനം വേണം. ഇത് സ്ത്രീകൾ മാത്രമല്ല, ഞാനതുകൊണ്ടാണ് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ആരെ ഏൽപ്പിക്കുന്നത്, പുരുഷന്മാരെ ഏൽപ്പിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ കാലഘട്ടങ്ങൾ ഒരുപാട് മാറി. വിദ്യാഭ്യാസപരമായിട്ട് നേരത്തെ വർഷം പറഞ്ഞു 90കളിൽ പെണ്ണല്ല, 2022 പെൺകുട്ടികളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ 90കളിൽ തന്നെ നമുക്ക് കേരളീയ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് സ്ത്രീകളിൽ വലിയ മാറ്റം ഉണ്ടായി. ഈ മാറ്റത്തിന്റെ മുഴുവൻ അടിസ്ഥാനം എന്താണ്? വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ന് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പഠന രംഗത്ത് തിളങ്ങുന്നത് ആരാണ്? പെൺകുട്ടികളാണ്. തൊഴിൽ മേഖലയിൽ തിളങ്ങുന്നത് പെൺകുട്ടികളാണ്. IT മേഖലയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികളാണെങ്കിൽ ഇന്ന് IT മേഖലയിൽ വരെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ശോഭിക്കുന്നത് ആരാണ്? പെൺകുട്ടികളാണ്. ഇത്തരത്തിലൊക്കെ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ സ്ത്രീകൾ ഇന്ന് മികവാണ്. ഒരു കാലഘട്ടത്തില് വീട്ടുവട്ടത്തിരിപ്പാടിന്റെ കാലഘട്ടത്തില് വീട്ടുവട്ടത്തിരിപ്പാടിനൊക്കെ എന്ത് പറയേണ്ടി വന്നു? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പോകണം അല്ലേ? അങ്ങനെ ഒരു പ്രതി ഉണ്ട്. വീട്ടുവട്ടത്തിരിപ്പാട് എഴുതിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ ഋതുമതി എന്നുള്ള നാടകങ്ങളൊക്കെ ആ കാലഘട്ടത്തില് വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയതാണ്. കാരണം ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ആ ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗമാണ്. നമ്പൂതിരിമാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നത്. കാരണം ഇത്തരം ഐത്താചാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് വെറും അന്തർജനങ്ങളായി, ആ വാക്ക് അങ്ങനെ തന്നെ, അന്തർ ഉള്ളിൽ കഴിയേണ്ടവരായിട്ട്, മറപ്പുടയ്ക്ക് പിന്നിൽ മാത്രം കഴിയേണ്ടവരായിട്ട് ജീവിച്ചിരുന്ന സ്ത്രീകളായിരുന്നു നമ്പൂരി വിഭാഗത്തിലെ സ്ത്രീകൾ. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വലിയൊരു മാറ്റം വരുത്താൻ വേണ്ടി ആ കാലഘട്ടത്തിൽ നമ്പൂരി വിഭാഗത്തിൽ തന്നെ പെട്ട EMSഉം അതുപോലെ തന്നെ വീട്ടുവട്ടത്തിരിപ്പാടും MRP ഒക്കെ കൂടി ചേർന്നിട്ട് വലിയ യോഗക്ഷേമ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി അവര് സ്ത്രീകളുടെ വിമോചനത്തിനായിട്ട്. അന്നെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ സ്കൂളിൽ പോകാനോ തുടർന്ന് പഠിക്കാനോ ഒന്നും പാടില്ല. അതോടുകൂടി അവരുടെ പഠനം മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാടില്ലെന്നും ഈ അന്തർജന അതുപോലെ തന്നെ വിധവാ വിവാഹം എന്ന് പറയുന്നതൊന്നും അന്ന് അനുവദിച്ചിരുന്നതേയില്ല. വയസ്സായിട്ട് നമ്പൂതിരിമാര് 2, 3, 4 കെട്ടി അവരുടെ സജാതീയ വിവാഹ പ്രകാരം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പൂതിരിമാരിലെ മൂത്താൾക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ ആണുങ്ങൾക്ക്. അങ്ങനെയാണ് പണ്ടത്തെ അതിൽ മൂത്താൾക്ക് മാത്രം, അതായത് നമ്പൂതിരി കുടുംബത്തില് മൂത്താൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അഫന്മാരാണ്. അവരൊക്കെ സംബന്ധമാണ് വേണ്ടത്. നായത്തറവാടുകളും മറ്റുമായിട്ട് സംബന്ധമാണ്. അപ്പൊ നമ്പൂതിരി വീട്ടിലെ കുട്ടികൾ ആര് കല്യാണം കഴിക്കും? വീട്ടിലെ മൂത്താൾക്ക് മാത്രമേ കല്യാണം പാടുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സംബന്ധം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്പൂരി വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ കല്യാണം കഴിയേണ്ടി നിൽക്കും. ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്പൂരി യുവാക്കൾ എന്താ അവർ ചെയ്യുക? അവര് 56, 60 വയസ്സാവുമ്പോ വീണ്ടും കല്യാണം കഴിക്കും. അങ്ങനെ വിവാഹത്തിന്റെ അന്ന് തന്നെ
മരിച്ചു പോകുന്ന അന്ന് തന്നെ, വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ വിധവയാകേണ്ടി വരുന്ന നമ്പൂരി സ്ത്രീകളുണ്ട്. കാരണം അത്രയും പ്രായമായിട്ട് ആരൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ റിയാലിറ്റികളായിരുന്നു, യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടപ്പോഴാണ് വീട്ടിൽ വെട്ടത്തിരിപ്പാടിന്റെ യുവസനൊക്കെ തോന്നിയത് നടപ്പാവില്ല, കേരളത്തിലെ മാറ്റം വേണമെന്ന് തോന്നുകയും അന്നത്തെ നവോത്ഥാനത്തിന്റെ മൊത്തം ഭാഗമായിട്ട് അവരും നമ്പൂതിരി സമുദായത്തിൽ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നേരിട്ട് തന്നെ ഒരു നാടകം അവതരിപ്പിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങെത്തി. എവിടെ ആരാ അടുക്കളയിലുള്ളത്? സ്ത്രീകളാണ് അടുക്കളയിലുള്ളത്. അങ്ങനെ നാടകങ്ങൾ അവതരിപ്പിച്ചു. വലിയ കോളിളക്കങ്ങൾ അന്ന് ഉണ്ടായി. നമ്പൂതിരി സമുദായത്തിലും മുഖ്യത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായി. അടുക്കളയിൽ നിന്ന് അല്ലേ കേരളം സ്വീകരിച്ചു ആ നാടകം. പിന്നീട് തീർച്ചയായിട്ടും സ്ത്രീകൾ അവിടെ നിന്ന് പോന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു, വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു, പഠന രംഗത്തേക്ക് വന്നു. ആൺകുട്ടികളെക്കാൾ കൂടുതൽ മികച്ച് ആര് പഠിക്കാൻ തുടങ്ങി? പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അവര് ജോലിക്ക് പോകാൻ തുടങ്ങി. എല്ലാ ജോലികളിലേക്കും പോകുന്നു. പക്ഷെ എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകൾ തിരിച്ചു ഓടി വരുന്നത് എവിടേക്കാണ്? ഇന്നും ഇത് കഴിഞ്ഞ ഓടിപ്പോണ്ടേ? എവിടേക്കാ പോകുന്നത്? വീട്ടിലേക്ക് എന്ന് പറയാൻ പറ്റില്ല. എവിടേക്കെന്നാ പറയേണ്ടത്? അടുക്കളയിലേക്ക് തന്നെ പറയണ്ടേ അല്ലേ? ഈ ജോലി സ്ഥലത്തൊക്കെ സാധാരണ പെൺകുട്ടികളൊക്കെ ടൂ വീലറൊക്കെ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. ടൂ വീലറൊക്കെ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. ഫോർ വീലർ നന്നായിട്ട് നല്ല കാര്യങ്ങളാണ്, വളരെ മികച്ച കാര്യം. പക്ഷെ ആ ടൂ വീലർ വാങ്ങുമ്പോ ആ സ്ത്രീ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? 5 മണിക്ക് ജോലി കഴിഞ്ഞ് ടൂ വീലറിലായി കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം? വീട്ടിലെത്തി അടുക്കളയിൽ. അപ്പോ അടുക്കളയിൽ അരങ്ങലിൽ നിന്ന് അല്ലേ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു. അന്ന് പറഞ്ഞ പോലെ അരങ്ങത്തേക്ക് വന്നു. അവിടെ നിന്ന് ജോലി സ്ഥലങ്ങളിലേക്ക് വന്നു. പക്ഷെ ജോലി സ്ഥലങ്ങളിൽ നിന്നും വെപ്രാളപ്പെട്ട് ഓരോ സ്ത്രീകളും തിരിച്ചോടുന്നത് എവിടേക്ക് തന്നെയാണെന്ന്? അടുക്കളയിലേക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അടുക്കളയിലേക്ക് സ്ത്രീകൾ കയറണം. നമുക്ക് എന്താ വേണ്ടത്? ഇതിനെന്താ നമുക്കൊരു പരിഹാരം? കൃത്യമായിട്ടൊരു പങ്കാളിത്ത ജീവിതം, അതെല്ലാ മേഖലയിലും വേണം. അടുക്കള അങ്ങനെ സ്ത്രീയുടെ മാത്രം ഒരു ഇടമൊന്നുമല്ല. ഇന്ന് എൻ്റെ വൈഫ് ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഡിസ്ക് തെറ്റി. വലിയ പ്രശ്നമായിരുന്നു മുമ്പ്. അത് വീണ്ടും വലിയ സിവിയറായി. ഫുൾ റെസ്റ്റാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും വീട്ടിലെ അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. അടുക്കളയിൽ കാലത്ത് എണീറ്റ് നേരത്തെ എണീറ്റ് 7:30 ആകുമ്പോഴേക്കും വന്ന് പോകാനുള്ള ചോറ് കാര്യങ്ങളെല്ലാം ചെയ്യാനാക്കി. അപ്പോൾ എൻ്റെ സഹോദരിമാർക്കൊക്കെ വലിയ സങ്കടം. അവരൊക്കെ കറി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അയൽവക്കക്കാർ കാലത്ത് പുട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. 1.5 വർഷം മുമ്പ് എനിക്ക് സിവിയർ അറ്റാക്ക് വന്നിട്ട് ഞാനും ഇതുപോലെ തന്നെ ഫുൾ പ്രശ്നത്തിലായിരുന്നു. ഒരാൾക്ക് ഒരു സങ്കടമുണ്ട്. ഒരു കറിയും വീട് കിടന്നു വന്നിട്ട് ആഴ്ചയിലെ താഴെ പെങ്ങൾ കറി, മീൻകറി, മറ്റേ 2-3 തരം കറിയൊക്കെ തയ്യാറാക്കി. വൈറ്റ് റോസ് കൊണ്ടുവന്നു, കൈമൾ കൊണ്ടുവന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായില്ല. കാര്യം ശരി തന്നെയാണ്. പക്ഷെ ഞാനങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലികളും അതുപോലെ തന്നെ വീടിന്റെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ ഭാര്യയാണ് നിർവഹിച്ചിരുന്നത്. എൻ്റെ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ്. ഞാനിവിടെ ജോലിക്ക് വരുമ്പോൾ ഭാര്യയാണ്. അവിടെ ഒന്നും ഒരാൾക്കും ഒരു സഹതാപവും ഇല്ലല്ലോ. ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സഹതാപമായി. എനിക്കങ്ങനെ ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യും, ഒട്ടുമടിക്കും, എല്ലാ ജോലികളും ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞ അത്തരത്തിലൊരു പങ്കാളി ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അത് നിങ്ങളുടെ മുന്നിലത് ആത്മപ്രശംസ പറയാൻ പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരെ വഴക്ക് കൂടിയിട്ടില്ല. കാരണം വഴക്ക് കൂടുന്ന ആവശ്യം വരാറില്ല. എന്തുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാം ഇതിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടോ അകലേക്ക് പോകേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച്. പക്ഷെ ഞാൻ വീട്ടിലെടുത്താവുന്ന അധിക സമയങ്ങളിലും എല്ലാ ജോലികളും ഞങ്ങൾ അടുക്കള എന്നാളോ മാത്രമാണെന്നുള്ളൊരു പെണ്ണധികാര അടുക്കളയൊന്നുമില്ല. അവിടെ തുല്യ അടുക്കളയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ജോലികളും ചെയ്യുക. കാലത്തെണീറ്റ് ഒരുമിച്ച് വരുന്ന എല്ലാ ജോലികളും ചെയ്യുന്നു. പിന്നെ ജോലിയൊന്നുമില്ല. കറിയുടെ കൂട്ടും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്പെർട്ട് അവരാണ്. അതും ഞാൻ ചെയ്യും. ചിലപ്പോൾ ഇത്ര മുളകിട്ടാ പോലെ ഉപ്പ് നോക്കും, ഇത്ര മതിയില്ലേ. നമുക്ക് അത്തരത്തിൽ എന്താ ഒരു ഷെയറിങ്. കുടുംബത്തിന് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തീരേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ വീട്ടിൽ നിന്നാണ് തീരേണ്ടത്, വേറെ ഒരു സ്ഥലത്തൊന്നുമല്ല. കുടുംബത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾ തീരണം. കുടുംബത്തിൽ എങ്ങനെ തീരേണ്ടത്? കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ തീരേണ്ടത് ആണിനും പെണ്ണിനും ഒരു തുല്യ പങ്കാളിത്തം എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. അതുപോലെ തന്നെ കടമയുടെ കാര്യത്തിലുണ്ട്. വീട്ടിലെല്ലാ കാര്യങ്ങളും ആണെടുത്ത് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് തലകൂട്ടിയിരിക്കരുത്. അവിടെ നമ്മുടെ ഐഡന്റിറ്റി പോവുകയാണെങ്കിൽ വീട്ടില് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിലുണ്ടാകുന്ന മുഴുവൻ കടമകളുടെയും തുല്യ ഉത്തരവാദിത്വം, അവിടുത്തെ അവകാശങ്ങളുടെ തുല്യ പങ്കാളിത്തം, ജോലികളുടെ തുല്യ പങ്കാളിത്തം, അത്തരത്തിലൊരു തുല്യ പങ്കാളിത്തം ആണിനും പെണ്ണിനും കുടുംബത്തിൽ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സ്ത്രീ പുരുഷ തുല്യതയാണ് എന്തായിട്ട് മാറുക?
സമൂഹത്തിന്റെ സ്ത്രീ പുരുഷ തുല്യതയായിട്ട് മാറും. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നേരത്തെ പറഞ്ഞതായ വിഷയങ്ങളൊന്നുമില്ലാതെ സ്ത്രീയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോടുകൂടി പുരുഷൻ പെരുമാറുകയും കുടുംബത്തിനകത്ത് പുരുഷനുള്ളതായ അതേ അംഗീകാരവും അതേ അധികാരവും അതേ കടമയുടെ സ്വരൂപവും ഒക്കെ തന്നെ സ്ത്രീക്ക് അനുവദിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ കുടുംബാന്തരീക്ഷമാണ് ഇതിനുള്ള ഏക പോംവഴി. ഞാൻ എൻ്റെ ഭാര്യയുമായി തല്ലുടാറില്ല എന്ന് പറഞ്ഞത് എൻ്റെ സ്വഭാവം നന്നായിട്ടൊന്നുമല്ല, മറ്റൊന്നുമല്ല. മറിച്ച് എന്താണ്, ഞങ്ങൾ എല്ലാ തരത്തിലും ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരത്തിലൊരു ഷെയറിങ് നടന്നു നോക്കൂ. നമ്മൾ നേരത്തെ പറയുന്നത് ഇപ്പോൾ ഡിവോഴ്സിന്റെ പിന്നാള് വടക്കാഞ്ചേരിയില് മുനിസിപ്പാലിറ്റിയില് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ 14ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കും. സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ ഒരു മൊത്തം അവസ്ഥ കണക്കാക്കുക. വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. അപ്പം പട്ടികജാതി പട്ടികവിഭാഗത്തിന് മാത്രം ഒരു കണക്കെടുക്കുകയാണ്. അപ്പൊ ആ കണക്കിനെ അവതരിപ്പിക്കും. അപ്പൊ അതിലെന്താണെങ്കിൽ ഡിവോഴ്സ് ചെയ്ത പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ ഡിവോഴ്സ് ചെയ്ത ദമ്പതികളുടെ ശതമാനം പറയാം, അത് വലിയൊരു ശതമാനമാണ്. ഏകദേശം പകുതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ശതമാനമുണ്ട് എന്ന് കേട്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി. ഒരു വിഭാഗത്തിൽ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക, എത്രമാത്രം കുടുംബത്തിന്റെ അന്തരീക്ഷം ശിഥിലമായി പോകുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് യൂറോപ്യൻ ഒരു കൾച്ചർ നമ്മളിലേക്ക് പാഞ്ഞു കയറിയിട്ടൊന്നുമല്ല. ഇത്തരത്തിലുള്ളതായ തിരിച്ചറിവുകൾ സ്വയം കുടുംബത്തിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ സ്വയം മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷെയർ, പല വിഷയങ്ങളും ഈ ഷെയറിങ്ങിന്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരുമിച്ച് ഇതിനെ ജോലി ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവിടെ മുടി വയ്ക്കപ്പെടുന്ന സംഭവങ്ങളില്ല, മറച്ചു വയ്ക്കപ്പെടുന്ന സംഭവങ്ങളില്ല. എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ള വല്ലാത്തൊരു കൺവെയിൻസ് അല്ലേ, അല്ലാത്തൊരു സൗകര്യം, ഗതാഗത സൗകര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാര്യം അതിങ്ങനെ അറിയാതെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളതായ ഭാരങ്ങൾ മുഴുവൻ തീരും, ഫ്രസ്ട്രേഷൻസ് ഇല്ലാതാവും. അപ്പൊ അത്തരത്തിലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അവിടെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് വളർന്നു വരുന്ന മക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊന്ന് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ, ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അച്ഛനമ്മ പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ട് പോയിരുന്നു. അച്ഛനമ്മ പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ മതി, പക്ഷെ അത് മാത്രമാണ്, അതിന് മാത്രം ഞാൻ ജനിച്ചത് എന്നുള്ളൊരു അവസ്ഥ ഒരു പെൺകുട്ടിക്കുണ്ടാവും. ഈ സമൂഹത്തിൽ ഒരു ആണിനുണ്ടാവുന്ന അതേ അവസര തുല്യതയും അതേ സ്റ്റാറ്റസ് ഒക്കെ അതുപോലെ തന്നെ അനുഭവിക്കേണ്ടവളാണ് ആര്? സ്ത്രീ. ഒരു തരത്തിലും രണ്ടാന്തരം പൗരയായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല. നേരത്തെ പറഞ്ഞതുപോലെ സൺസെറ്റ് അല്ലെ, സൺസെറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസ്തമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അസ്തമിക്കുന്ന ഒരു വിഭാഗമായിട്ട് സ്ത്രീകൾ മാറുന്നതല്ലോ. അടുത്ത തലമുറയിൽ ഞങ്ങളൊന്നും നേരാമെന്ന് തോന്നുന്നില്ലേ? എന്നുവെച്ചാൽ വയസ്സായി അല്ലെ, ഒരു പ്രത്യേക തരത്തിൽ വാർത്തെടുക്കപ്പെട്ടു ഈ പുതിയ മക്കളാണ്. നിങ്ങളുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും തുല്യതയുള്ള, ആണിനെ പോലെ തന്നെ എല്ലാവിധ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന, അതേസമയം എന്താ അച്ഛനോടും അമ്മയോടും നേരത്തെ പറഞ്ഞ ഷെയറിങ്ങില് എന്താ ഷെയറിങ്? ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, എന്താ എല്ലാ കാര്യത്തിലും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്ന അത്തരത്തിലൊരു തലമുറയായിട്ട് മാറാൻ കഴിയുമ്പോൾ നമ്മുടെ ഈ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ മറ്റെല്ലാ തരത്തിലും നമുക്ക് മുന്നേറ്റം ഉണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയില്ല. പക്ഷെ കേരളത്തിന് അങ്ങനെയല്ല. കേരളത്തിന് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഏറ്റവും വലിയ ആയുധമായിട്ട് കയ്യിൽ എന്തുണ്ട്? സ്ത്രീയുടെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട് എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസത്തെ, ആ അറിവിനെ, ആ ശാസ്ത്രബോധത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ റിയാലിറ്റികളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടേതായിട്ടൊരു സ്റ്റാറ്റസ് കോ കൃത്യമായിട്ട് സമൂഹത്തിലും കുടുംബത്തിലും നിലനിർത്താൻ പറ്റും. അത് അംഗീകരിക്കുന്ന ഒരു സമൂഹമാവുമ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും? നടപ്പിൽ വരും എന്നുള്ളതാണ്. അങ്ങനെ തുല്യ പങ്കാളിത്തത്തോടുകൂടി ജീവിക്കുന്ന ഒരു അല്ലെ പുരുഷ മേധാവിത്വം, ആണധികാര മേധാവിത്വം ഇല്ലാത്തതായ ഒരു കുടുംബ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നേരത്തെ പറഞ്ഞ ടീച്ചർ പറഞ്ഞ നേരത്തെ ഗായത്രികള് ചൊല്ലിയ കവിതയുടെ അവസ്ഥകളൊന്നും നമുക്കിവിടെ ഉണ്ടാവില്ല. അവിടെ ടീച്ചർ പെൺകുഞ്ഞ് 90 പറഞ്ഞു കഴിഞ്ഞപ്പോ ടീച്ചറുടെ ഉള്ളില് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, നാളെ ഇവൾ എന്ത് ചെയ്യും? ഈ പ്രതിസന്ധികളൊക്കെ മാറിക്കിടന്ന് ഈ ഉയർത്തെഴുന്നേൽക്കുന്നവളാകുമെന്ന് ആ കവയിത്രി സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം നമ്മളിലൂടെ 90-ലാണ് ടീച്ചർ സ്വപ്നം കണ്ടത്. 22-ആയിട്ടും സ്വപ്നത്തിന് യാതൊരു സാധ്യതകളും നമ്മൾ ഇപ്പോഴും കാണുന്നില്ല. കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ പോകുന്നു.
പക്ഷെ അല്ലേ ഈ ഒരു ചർച്ചാവേദി ചർച്ച നിങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഞാൻ പ്രായോഗികമായിട്ട് ഒരു കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, പ്രായോഗികമായി ഒന്നും പറഞ്ഞില്ല. തീർച്ചയായും നമ്മുടെ ഒക്കെ വീടുകളിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട ചില ചിന്തകൾ, ആ ചിന്തകളിലൂടെ നമുക്ക് കൈവരിക്കാവുന്ന ചില ജീവിത സുരക്ഷകൾ, സ്ത്രീയുടെ അംഗീകാരം എല്ലാ തരത്തിലും അംഗീകരിക്കപ്പെടേണ്ടതാണ്, സ്വീകരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഒരു കൾച്ചർ മുഴുവൻ അങ്ങനെയല്ലേ, സ്ത്രീയല്ലേ എല്ലാ തരത്തിലും. ഭൂമിദേവിക്ക് നമ്മൾ ഭൂമിദേവൻ എന്ന് പറഞ്ഞ് ശീലിച്ചില്ലല്ലോ. നമ്മൾ പറഞ്ഞത് എന്താ? ഭൂമിദേവിയാണ്. ഗംഗ നമുക്ക് ആരാണ്? ഗംഗാദേവിയാണ്. വിദ്യാഭ്യാസത്തിന്റെ സരസ്വതി ആകാരം സരസ്വതി ദേവിയാണ്. എല്ലാ ദൈവിക സങ്കല്പങ്ങൾക്കും നമ്മൾ ആര കൊടുത്തത്? സ്ത്രീരൂപമാണ് മനസ്സിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തില് ഈ ദൈവസങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുന്നതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ സ്ത്രീ സമൂഹത്തിൽ അത്രമാത്രം അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ചിന്തകൾക്കൊക്കെ നമുക്ക് എന്ത്, ഈ ദൈവിക ചിന്തകൾക്കൊക്കെ എന്ത് ലഭിച്ചത്? സ്ത്രീരൂപം ലഭിച്ചു. കാശാണ് ഏറ്റവും വലിയ കാര്യം. ആരാ കാശിന്റെ ആള്? വേറെ ആരൊന്നുമല്ല അല്ലെ? ആരാണ്? തോമസ് ഒന്നും അല്ല, അതാരാ? ലക്ഷ്മിയാണ്. വേറെ ആരുമില്ല, ലക്ഷ്മിയാണ് അതിന്റെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി അത് എത്ര ഉയർന്നതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവത്വത്തോളം ഉയർന്നതായിരുന്നു യഥാർത്ഥത്തിൽ നമുക്കുള്ള ആ ഒരു ക്രെഡിബിലിറ്റി. ആ ക്രെഡിബിലിറ്റിയെ എന്തിനാണ് നമ്മൾ തന്നെ ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ കേവല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും കഥകളുടെ അടിസ്ഥാനത്തിലും അല്ല, മറിച്ച് എന്താണ്, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ നേടുന്നതായ അറിവിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം സ്ത്രീക്ക് എവിടെ ഉണ്ടാവണം? കുടുംബത്തിൽ, സമൂഹത്തിൽ ഉണ്ടാവണം. അതിൽ സ്ത്രീ ഏറ്റവും കൂടുതൽ ചരിത്രമാക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ്, പഠനമാണ്. അതിൽ കവിഞ്ഞ മറ്റൊരു ആയുധവും സ്ത്രീക്ക് സ്വതന്ത്രമാവാൻ ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ നാവ് നീളുമ്പോൾ അല്ലെ, സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ പറയാം, അമ്മായിമ്മയും സ്ത്രീ തന്നെയാണ്. നാവ് നീളുന്നത് സ്ത്രീയുടെ ഭാഗത്ത് തന്നെയാണ്. അമ്മായിയുടെ നാള് തോന്നുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനുള്ള ഏറ്റവും നല്ല ആയുധം എന്താ? നമുക്കുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നായിരിക്കും. അതേസമയം അടുക്കള മാത്രം ഭരിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മായിമ്മ പറഞ്ഞ രീതിയിലൊക്കെ കലം കെട്ടി മോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയിൽ പോലെ ആണുങ്ങൾ വലിച്ചിരിക്കി ഇടുന്നതായിട്ടുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വാരി തുടച്ച് കൈകൊണ്ട് തുടച്ച് പുറത്തു കൊണ്ട് കളയുന്നവളാണ് അല്ലെ. ആ ഒരു അവശിഷ്ടം പോലെ കാണുന്നുള്ളൂ. അത് അതിന്റെ അപ്പുറത്തേക്ക് കാണുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള തോന്നലാണെങ്കിൽ ഉണ്ടാവണില്ല. അപ്പൊ അത് വരും. അതേസമയം നമുക്കൊരു ജോലി, നമുക്ക് വിദ്യാഭ്യാസവും നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാളൊന്നും പറയില്ല, വളരെ ബഹുമാനത്തോടു കൂടി മോളെ എന്ന് വിളിക്കും. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, സ്ത്രീയുടെ ഏറ്റവും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അറിവാണ്, വിദ്യാഭ്യാസമാണ്, ഉയർന്ന വിദ്യാഭ്യാസമാണ്, ഉയർന്ന ജോലിയാണ്, നിങ്ങൾ സ്വീകരിക്കുന്ന വലിയ പ്രൊഫഷൻസാണ്. ആ പ്രൊഫഷനുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രമാക്കുന്നത്. അപ്പൊ അത്തരത്തില് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബത്തിനകത്തു നിന്നും ഉണ്ടാകേണ്ട ആ ഒരു വലിയ മാറ്റം അത് ബോധപൂർവം തന്നെ ചെയ്യണം. നിങ്ങൾ മാത്രം വിചാരിച്ചിട്ടില്ല. ഈ ഇത്തരം ചർച്ചകളിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളോടൊപ്പം ആരും ഉണ്ടാവണം, നിങ്ങൾ ആണുങ്ങളും ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഇത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് അവർക്ക് തോന്നുകയുള്ളൂ. ഞാൻ സത്യം പറയാൻ അങ്ങനെ അനുവദിച്ചു സാധാരണ അങ്ങനെ പറയുമോ, അതെ അങ്ങനെ പെണ്ണുങ്ങളിൽ നിന്ന് അനുവദിച്ചു കൊടുക്കാൻ പോലും അതേ ശരിയാവില്ല, മെക്കിട്ടുകയറും എന്നാ പറയാ, ഒരു മെക്കിട്ടുകയറും ഉണ്ടാവില്ല. ഞാൻ പറയുന്നു നമുക്ക് അങ്ങനെ വെക്കിട്ട് കയറാനാണോ തോന്നുന്നത്? എത്ര ആശ്വാസം ഉണ്ടാവുന്ന ആലോചിച്ചു. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഷെയർ ചെയ്ത് ചോദിച്ചറിഞ്ഞ് ഒപ്പം പങ്കുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാം കൂടി ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഇരുന്ന് ഉള്ളി നന്നാക്കാൻ വിചാരിച്ചാൽ ആ ഉള്ളി നന്നാക്കുമ്പോൾ ഒപ്പം വന്നിരുന്നിട്ട് ആ ഉള്ളി നന്നാക്കും അല്ലേ. ആ നാളികേരം തരുമ്പോൾ ആ മുടി എടുത്തിട്ട് നാളികേരം തിരിക്കും, അത് മിക്സ് ചെയ്ത് അടിച്ചവിടെ വെച്ചു, ആ പാലം ഒഴിച്ചു, ഇങ്ങനെ അല്ലെ. ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുടെ പേര് ഓർമ്മയില്ല, അതില് ജയരാഘവൻ എന്ന് പറയുന്ന ഭർത്താവ് കാലത്തിന് ചായ എന്ന് പറയുന്നത് ശ്രീനിവാസൻ ചായ, രണ്ടാമത്തെ ചായ. അപ്പൊ പുരുഷൻ അവിടെ പത്രം വായിക്കേണ്ടവൻ മാത്രമാണ്, ചായ ഉണ്ടാക്കേണ്ടവൾ ആരാ? സ്ത്രീ മാത്രമാണ്. അന്ന് അങ്ങനെയല്ലല്ലോ. ഈ പത്രം വായിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോ വീട്ടിലാണുങ്ങൾ കാലത്ത് പത്രം വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ പത്രം വായിച്ചില്ലെങ്കിൽ മൊത്തം ആ കുടുംബത്തിന്റെ സർക്കലുകൾ അയക്കുന്ന അവസ്ഥകൾ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് പറയും? ചായ എന്ന് പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു കേരളീയ വീട്ടിലെ കേരളത്തിലെ ഒരു കുടുംബത്തിലെ ഭർത്താവിന്റെ ഒരു രൂപം തന്നെയാണ് ആ ചായ. ഈ ചായ അത്ര ശബ്ദത്തിലല്ലെങ്കിലും പല വേരിയേഷനിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇത് വിളിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരവിടെ പത്രം വായിച്ചിരിക്കുകയാണ്. പത്രം വായിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആണും കൂടി വന്ന് ചായ ഉണ്ടാക്കി രണ്ടുപേരും കൂടി പത്രം നിർത്തിയിട്ട് അതിന്റെ ഉൾപേജ് ആർക്ക് കൊടുക്കണം? വായിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ 5 പേജ് നീ വായിച്ചു കൊടുത്തു ഞാൻ പറ്റും. അപ്പൊ 15 മിനിറ്റ് ഒരുമിച്ചിരുന്ന് പത്രം വായിച്ചു നോക്കി. എന്നിട്ട് ആ പത്രത്തിലെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ പറഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അത്തരത്തിലുള്ളൊരു കുടുംബാവസ്ഥ, അതായത് കുടുംബത്തിന്റെ ഒരു തുല്യത എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. ഇനി യാഥാർത്ഥ്യമാക്കിയാലോ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ എന്താവും? ഭയങ്കര പരദീസിയായിരുന്നു ഒരു തത്വം. അപ്പൊ അത്തരത്തിലൊരു കുടുംബത്തിലെ ഒരു ഷെയറിംഗ് എല്ലാ തരത്തിലും, കടമയുടെ കാര്യത്തില്, അവകാശത്തിന്റെ കാര്യത്തില്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തുല്യത അനുഭവപ്പെടുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ വനിതാ ദിനത്തിൽ, ഇന്ത്യ വനിതാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ചെങ്ങാതിക്കൂട്ടത്തിന്റെ ഈ വലിയ മുന്നേറ്റം. ഞാൻ നിങ്ങളെ പറയുന്ന ഒരു മുന്നേറ്റ നിര എന്നൊക്കെയാണ് നിങ്ങൾ വിശേഷിപ്പിക്കേണ്ടത്. കാരണം നിങ്ങൾ പോയിട്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകില്ല എന്ന് എനിക്കറിയാമെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യമായിട്ട് വന്നിട്ട് ഒരുമിച്ച് കൂടി ഇരുന്നില്ലേ? അത് ചെറിയൊരു കാര്യമല്ലല്ലോ. കാരണം ഇതിലെ വളർന്നു വരുന്ന തലമുറകളിൽ മക്കളെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഒരുമിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്റം തന്നെയാണ്. ഇത് ഒരു അപകടവും ഉണ്ടാക്കില്ല. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൂടുതൽ സുതാര്യവും കൂടുതൽ ലളിതവും കൂടുതൽ സുന്ദരവുമാക്കി തീർക്കും. ഇങ്ങനെയാണ് പറയുക, ഇരു ചിറകും ഒരുമയോടെ എന്നുള്ള. 2 ചിറകുകളില്ലാതെ ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റുള്ളൂ. ഒരു ചിറക് നല്ല ശക്തിയുണ്ട്. 2 ചിറക് ഒരുപോലെ എന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക? മുകളിലേക്ക് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്ന് പോകാൻ പറ്റും. ആരാണ് ഈ 2 ചിറകുകൾ? ഒന്നാണെങ്കിൽ ജീവിതത്തിന്റെ 2 ചിറകുകൾ ആണും പെണ്ണുമാണ്. അതാണ് എന്ത് പറയുന്നത്? ഇരു ചിറകുകളും ഒരുമയോടെ എന്ന് പറയും. ആ 2 ചിറകുകളും ഒരുപോലെ എന്ത് ചെയ്യണം? ഇങ്ങനെ വീശിപ്പോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഫാമിലിക്ക്, കുടുംബത്തിന് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. പത്രത്തില് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീയുടെ ഐഡന്റിറ്റിയും ഒക്കെ അംഗീകരിക്കുന്ന സമൂഹത്തിലെ ആളുകളായിട്ട് നമ്മൾ മാറാനും നമ്മുടെ മക്കളെ മാറ്റുന്നതിനും അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ ഒരു കുടുംബം. ദൈവിക പുരോഹിതന്മാരും പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛന്മാർ പറയുമ്പോഴും മറ്റ് സ്ഥലത്ത് സന്യാസിമാർ പറയുമ്പോഴും ഒക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കുടുംബജീവിതത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ അത്തരം കുടുംബജീവിതം നമുക്ക് പ്രാവർത്തികമാണെങ്കിൽ എന്ത് വേണം? ഇത്തരത്തിലുള്ള ചില ചിന്തകൾ കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല, ഞാൻ പറയില്ല. അങ്ങനെ ഒരു ഫെമിനിസത്തിന്റെ ഒരു രീതി നമുക്കുണ്ട്. ഒരു ഫെമിനിസം എന്ന് പറയില്ല, അത് സ്ത്രീ അധികാരത്തിന്റെ. അങ്ങനെ ആർക്കും അങ്ങനെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ഇടമല്ല ജീവിതം. അങ്ങനെ സ്ത്രീക്കൊരു അധികാരം, പുരുഷനൊരു അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാ 2 പേർക്കും തുല്യമായ അധികാരവും തുല്യമായ അവകാശവും തുല്യമായ കടമകളും ഒക്കെയുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫെമിനിസ്റ്റ് രീതിയിലല്ല സ്ത്രീയുടെ പ്രശ്നങ്ങൾ തീരുക. വളരെ തീവ്രവാദമായ പരമായ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ചില പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അവർ കുടുംബ നിലയ്ക്കുകളെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ഒരു ചിന്താഗതിയിലൂടെ അല്പം പോലും നമ്മൾ പോകുന്നില്ല. നമ്മൾക്ക് എന്താണെങ്കിൽ സ്ത്രീ പുരുഷന്മാരുടെ 2 ചിറകുകളും ഒരുമിച്ച് പോകുന്ന ആ ഒരു തുല്യതയുടെയും പങ്കാളിത്തത്തിന്റെയും ഒരിടമാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഇടം. ആ ഒരു ഇടം സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം. സ്ത്രീ വിഷയം ഒരു പുരുഷൻ അവതരിപ്പിച്ചാൽ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. ഞാൻ നേരിട്ടും വായിച്ചും ഒക്കെ അറിഞ്ഞിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്ന് മാത്രം. എന്തായാലും കുഞ്ഞുമക്കളടക്കം അവര് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. അത് വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയൊരു പരിപാടിക്ക് മാഷ തെരഞ്ഞെടുത്തതിൽ ചെങ്ങാതിക്കൂട്ടത്തിന്റെ മുന്നിൽ നമസ്കാരം. അന്ന് എൻ്റെ ക്ലാസ്സിലിരുന്ന് എനിക്ക് കുറച്ച് മകളൊക്കെ ഓർമ്മയുണ്ട്. അവരുടെ മുന്നിൽ വീണ്ടും എനിക്കൊരു ക്ലാസ് വെക്കാൻ പറ്റിയിരുന്നു. അപ്പൊ അത് വലിയൊരു സന്തോഷം. എന്തായാലും ഇന്നത്തെ ഞായർ, അതായത് 2022 വനിതാ ദിനത്തെ ഞാൻ എൻ്റെ ഇനിയുള്ള ശേഷമുള്ള ജീവിതത്തിൽ നന്നായിട്ട് ഓർമ്മ. അങ്ങനത്തെ ഓർമ്മ ദിനം എനിക്ക് തന്നതിൽ ചെങ്ങാതിക്കൂട്ടത്തിന്റെ മുഴുവൻ സംഘടനാ ഭാരവാഹികളോടും ഇരുന്ന് കേട്ട് തന്ന നിങ്ങളോടും ഒരുപാട് നന്ദി പറയുന്നു. നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു തുല്യതയുടെ ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യും. പരിഹാരപരമായ വാക്കുകൾ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച മാറ്റിലെ ചെറുമാനോട് പരിപാടികളുള്ള സ്നേഹോപകാരം സമ്മാനിക്കും.
ബബിത, അഭിരാമി, അജ്ജ, ഗ്രിൻസി, ഗീത, അഞ്ജന, അനുഷ, കവിത, സിന്ധു, സിന്ധു കെ, രാജി, സവിത, അതെ അതെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാസ്ക് പൂർണ്ണമായ ഒരു രേഷ്മ, ഗായത്രി, സ്വപ്ന, സുനിത, ഐഷാബി, അൻഷിത, മാസ്ക് മിനി, സീമന്തി, സുശീല, ഷാജി, അശ്വതി, അനശ്വര, അഞ്ജലി, അനാമിക, ലക്ഷ്മി, വാണി, ഐറിൻ, കൃഷ്ണ, അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ചങ്ങാതിക്കൂട്ടം 94 ആവുമ്പോൾ നടത്തിയ പരിപാടിയിലേക്ക് പങ്കെടുത്താനെത്തിയ സൂര്യമാഭാഷിനെ ആദ്യമായിട്ട് നന്ദി പറയുന്നു. എത്തിയ നമ്മുടെ വർഷ ഗായത്രിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരികൾക്കും ഒപ്പം നമ്മുടെ കൂട്ടുകാരന്മാർക്കും അവരുടെ ഭാര്യമാർക്കും എല്ലാവർക്കും നന്ദി. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിരിയാൻ പറ്റോ? ഒരു പരീക്ഷണം നോക്കി
ക്ലാസ്സിലോട്ട് നല്ല ഗുണം ഉണ്ടായില്ല. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ഇനി ഇത് കഴിച്ചിട്ട് എന്ത് ഗുണം കിട്ടിയാണ് എല്ലാവർക്കും അതൊരു നല്ലൊരു മാറ്റല്ലേ എന്ത് മാറ്റം ഉണ്ടാവും അതിന് ഉദ്ദേശിക്കുന്നത്? നല്ല ക്ലാസ്സായിരുന്നു. ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഒരു ക്ലാസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുടുംബം ഒരുമിച്ചിരിക്കും. അത് നമുക്ക് കുറെ കൂടി ഫാമിലി കുടുംബങ്ങളിലെ ഒരു സ്വസ്ഥതയുണ്ട്. അതായത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടെടുക്കാനുള്ള ഒരു അതിന്റെ ഒരു സാധനം എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഇതിന് ഗുണം എങ്ങനെയാണ്? നാളെ എങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ചങ്ങാതിപുരത്തിൻ്റെ മെയിൻ ആളുകളെന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും പറയാനുള്ളൂ ഈ ക്ലാസ് വിളിച്ചിട്ട്? ഈ കൊല്ലത്തെ നമ്മുടെ സെക്രട്ടറിയാണ് സദാനന്ദൻ. ചങ്ങാതിപുരത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ സദാനന്ദനോട് രണ്ട് വാക്ക് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2018 മുതലാണ് നമ്മൾ ചങ്ങാതി കൂട്ടം എന്നുള്ളൊരു പുതിയൊരു ആശയം, അതായത് ചങ്ങാതികളുടെ കൂട്ടം അങ്ങനൊരു ആശയം നമ്മൾ പ്രാവർത്തികമാക്കി. അതിനുശേഷം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും സമൂഹത്തിൽ നല്ല വേണ്ടപ്പെട്ടതായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് ഇതുവഴി കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് നമ്മൾ സ്ത്രീ അതായത് വനിതാ ദിനം പ്രമാണിച്ച് നമ്മൾ നടത്തിയ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരും ദിനങ്ങളിലും അതായത് ഇനി വരുന്ന കാലങ്ങളിലും നമുക്ക് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 2017 ചങ്ങാതിപുരത്തിൻ്റെ ട്രഷറായതാണ്. 3 കൊല്ലം ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തി വരുന്നത് കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിച്ച് നമ്മളെ എത്തിച്ചേർന്നത് പ്രിൻസനാണ്. ഇതിൻ്റെ എല്ലാവരും നെടുന്തൂണായിട്ട് നിൽക്കുന്ന പ്രിൻസൺ ചങ്ങാതിപുരത്തിന് വേണ്ടി നമുക്കിപ്പോൾ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള സമയത്ത് സ്ത്രീകളെ കുടുംബമായി കൂട്ടിച്ചേർത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചത്. ഏറ്റവും ഭംഗിയായിട്ട് ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ് ഒരു സ്ത്രീ. ആ സ്ത്രീ ലോകത്തിലും ഈ ലോകം മുഴുവനുള്ള എല്ലാവർക്കും ഒരു വെളിച്ചമായി മാറാനും ഏറ്റവും ഭംഗിയായി ഒരു കൂട്ടുത്തരവാദിത്തത്തോടിയിട്ട് കുടുംബത്തിന് വേണ്ടി ധാരാളം പണിയെടുക്കുന്ന സ്ത്രീകളെ എങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്നും അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അവരെ മുൻനിരയിൽ നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ മാഷ് പറഞ്ഞു കൊടുത്തത്. ഏറ്റവും നന്നായി എല്ലാവർക്കും അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കണം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഇത് നമ്മൾ നന്ദി പറയുന്നു. ഇതിന് തുടർച്ചയായിട്ട് ഇനിയും തുടർച്ചയായിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ കുടുംബം എല്ലാവരും കൂടി ചേർത്ത് പിടിച്ച് ഒരു മീറ്റിംഗ് നടത്താനും സെമിനാർ നടത്തി എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാവരെയും ഐക്യത്തോടെ കൊണ്ടുപോകാനാണ് നമ്മുടെ ചങ്ങാതികൂട്ടം 94ന്റെ തീരുമാനം. പരിപാടി നടത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ജയന്തൻ മുൻകാർക്കാരി കൗൺസിലർ കൂടിയാണ്. ആളും നമ്മളോട് 2 വാക്ക് സംസാരിക്കും. ഈ പരിപാടിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. നമ്മൾ ചങ്ങാതികൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചത് കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിൽ എങ്ങനെ മുന്നേറാം എന്നൊരു വിഷയം കൈകാര്യം ചെയ്യാനാണ് നമ്മളിവിടെ തീരുമാനമെടുത്തിട്ടുള്ളത്. സാധാരണ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ 42 വയസ്സ് 43 വയസ്സെത്തിയിട്ടുള്ള ആളുകളാണ്. അവർക്കൊരിക്കലും സ്ത്രീ എന്ന ഒറ്റയ്ക്കൊരു ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അവർക്ക് സ്ത്രീകളോടൊപ്പം തന്നെ അവരുടെ കുടുംബവും മക്കളും എല്ലാം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് നമ്മളിവിടെ ആക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ ഒരു പരിപാടി ഈ മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഞങ്ങൾ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇനിയും പല പല ക്ലാസ്സുകളും സെമിനാറുകളും ഈ സ്കൂളിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.